ബ്രൂണോനെയും ജൂലിനെയും അറിയുന്നവരെ ഏറ്റവും കൂടുതൽ അക്ഷമരായി കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഗൈസ്. നമ്മുടെ ബ്രൂണോടെയും ജൂലിയുടെയും കുട്ടികൾ കണ്ണു തുറന്നിരിക്കുന്നു. 7ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ കണ്ണൊക്കെ തുറന്നു. എന്നാലും നമുക്ക് പോവാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അവരെ കാണാനായിട്ട് പോവണ്ടേ? നിങ്ങൾക്കും കാണണ്ടേ ബ്രൂണോടെ കുട്ടി പപ്പീസ്? അവരെ കാണാൻ നമ്മൾ മാത്രമല്ല പോകുന്നത്, വീട്ടിൽ നിന്ന് അമ്മയും ചേച്ചിയുടെ പിള്ളേരും പിന്നെ അനിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവരെല്ലാം ജൂലിയെയും മക്കളെയും നമുക്കൊന്ന് കൊണ്ടുപോയി കാണിക്കാം. കണ്ണു തുറന്നതിന് ശേഷം പപ്പീസിന്റെ അടുത്ത് പോകാനേ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങളെപ്പോലെ തന്നെ ബ്രൂണോയും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബ്രൂണോയ്ക്ക് ഇപ്പോൾ ജൂലിയുടെ വീടൊക്കെ കാണുമ്പോൾ കറക്റ്റ് അറിയാം കേട്ടോ, ആ വഴി ഉൾപ്പെടെ അവനറിയാം. അതുപോലെ തന്നെയാണ് ജൂലിക്കും. ഞങ്ങൾ ആ ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ ജൂലി എങ്ങനെയൊക്കെ മനസ്സിലാക്കും അത് ഞങ്ങളാണ്. വീട്ടുകാരെത്തുന്നതിന് മുമ്പ് ജൂലിയാണ് ഞങ്ങളെ വെൽക്കം ചെയ്യാൻ എത്തുന്നത്. ജൂലിയുടെ ആ സ്നേഹമൊക്കെ ഒന്ന് പറയേണ്ടത് തന്നെ കേട്ടോ. ആകെപ്പാട് ഞങ്ങൾ ഒരു 3-4 തവണയെ കണ്ടിട്ടുള്ളൂ. എന്നാലും അവളുടെ സ്നേഹം ഭയങ്കരമാണ്. ഞങ്ങളെ കാണുമ്പോൾ അവൾക്കൊരു പ്രത്യേക ഹാപ്പിനെസ് ആണ്. ഞങ്ങൾ വിചാരിച്ചത് ജൂലി എല്ലാരും കൂടെ ഇപ്പൊ കാണുമ്പോൾ ആകെ സീനാക്കും എന്നാണ്. പക്ഷെ ആള് ഭയങ്കര കൂളായിരുന്നു. വേഗം കയറി കണ്ടിട്ട് പൊക്കോ എന്നൊക്കെ ഉള്ളൊരു ഭാവമായിരുന്നു എന്ന് തോന്നി കേട്ടോ. അത് നമ്മൾ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം അവളെ ഒന്ന് സ്നേഹിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അകത്തേക്കുള്ള പ്രവേശനം അവളെ അനുവദിക്കത്തുള്ളൂ. അങ്ങനെ ജൂലിക്ക് കുറച്ച് മസാജ് ഒക്കെ ചെയ്ത് കൊടുത്ത് ചാക്കിലാക്കിയിട്ട് ഇതൊക്കെ നമ്മളുടെ ആൾക്കാർ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് കൺവീൻസ് ആക്കിയിട്ടാണ് ഞങ്ങൾ കുട്ടികളെ കാണാനായിട്ട് കൊണ്ടുപോയത്. ചാക്കിലാക്കി മീൻസ് കൺവീൻസ് ചെയ്തു എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. കുട്ടികളൊക്കെ ഹോളിലാണ് കിടക്കുന്നത്. അവിടെ ജൂലിക്ക് വേണ്ടി ഒരു കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പണ്ട് വാങ്ങിച്ചതാണ്. അവിടെ കുട്ടികളെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിച്ച് കൂടൊക്കെ സെറ്റാക്കി കൊടുത്തു. എന്ത് ചെയ്യാൻ, പക്ഷെ അവരെല്ലാം ഹാളിൽ സെറ്റിൽഡ് ആണ്. ആരും ആ കൂട്ടിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. അതാ എല്ലാവരും ഇതുപോലെ ഹാളിലാണ് കിടപ്പും ഇരിപ്പും എല്ലാം. ഇതാണ് ബ്രൂണോടെയും ജൂലിയുടെയും കുട്ടികളെ. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ കുട്ടികളെ എടുക്കുന്നത്, ജൂലിയുടെ കുട്ടികളെ ഞാൻ കയ്യിലെടുക്കുന്നത്. കഴിഞ്ഞ തവണ ചെന്നപ്പോഴാണെങ്കിലും ജൂലി ഭയങ്കര അലേർട്ടായിരുന്നു. അത് കാരണം എനിക്ക് എടുക്കാൻ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി സീരിയസ് ആയിരുന്നു ജൂലി. ഇപ്പൊ ജൂലി ഭയങ്കര കൂളാണ്. അത് കാരണം കുറേ നേരം ഞാൻ കുട്ടികളെ എന്റെ കയ്യിലും മടിയിലും ഒക്കെ വെച്ചോണ്ടിരുന്നു. ഈ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഞാൻ നമ്മുടെ ബ്രൂണോടെ കുട്ടിക്കാലമാണ് ഓർത്തത്. അവനെ ഞങ്ങൾ 47 ദിവസം ഉള്ളപ്പോൾ കൊണ്ടുവന്നതാണ്. അന്നും ഇതുപോലെയായിരുന്നു അവനിരുന്നത്. ഇതിലും കുറച്ചുകൂടി വലിപ്പം ഉണ്ടായിരുന്നേ. നല്ല ക്യൂട്ടായിട്ടുള്ള ഡോള് പോലെയായിരുന്നു ഇരുന്നത്. അപ്പൊ ഞങ്ങൾ അവനെയും കൊണ്ട് ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് എടുക്കാനൊക്കെ പോയപ്പോൾ ഞങ്ങൾ ഒരു കടയിൽ കയറി. അപ്പോൾ അവിടുത്തെ ചേട്ടനൊക്കെ ഞങ്ങളുടെ അടുത്ത് പറയാം, അയ്യോ ഞാനിത് ഡോഗിന്റെ ബൊമ്മയാണെന്നാ കരുതിയെന്നൊക്കെ. അത്രയ്ക്ക് ക്യൂട്ടായിരുന്നു, ഭയങ്കര സൈലന്റും ആയിരുന്നു. എന്നാൽ ആള് നല്ല ആക്റ്റീവ് ആണ്, നന്നായി കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ മുഴുവൻ ആ ഒരു പിക്ചറാണ്. ബ്രൂണോക്കാണെങ്കിൽ കുട്ടികളുടെ അടുത്തൊക്കെ ഒന്ന് ചെല്ലണമെന്നും ഒന്ന് നക്കി തുടക്കണം എന്നും ഒക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ജൂലിയുടെ നോട്ടം കാണുമ്പോഴാണ് ബ്രൂണോ ചെറുതായിട്ട് പിന്നോട്ട് മാറുന്നത്. 6 കുട്ടികളായിരുന്നു ബ്രൂണോയ്ക്കും ജൂലിക്കും ഉണ്ടായത്. അതിൽ ഒരാൾ ആദ്യം തന്നെ മരിച്ചുപോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാൾ കൂടി മരിച്ചുപോയി കേട്ടോ. ഇപ്പൊ നിലവിൽ 4 പേരാണുള്ളത്. ഒരാൾക്ക് ചെറുതായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആള് ഒട്ടും ഫുഡൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ആള് മരിച്ചുപോയി. ഇപ്പൊ 4 പേരാണ് ഉള്ളത്. ആ 4 പേരും നല്ല ഹെൽത്തി ആയിട്ട് ആക്റ്റീവ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ കുട്ടികളുടെ ജെൻഡർ റിവീൽ ചെയ്തിട്ടില്ലായിരുന്നല്ലോ. നമുക്ക് ഒരു ഫീമെയിലും 3 മെയിലും ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ 2 മെയിൽ പപ്പീസിനെയാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഒരാൾ ബുക്ക്ഡ് ആണ്, മറ്റൊരാൾ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ കമന്റ് ചെയ്യുകയോ ചെയ്താൽ മതി. ദയവേത് ആരും വെറുതെ പപ്പി തരുമോ എന്ന് ചോദിക്കല്ലേ. നമുക്കിപ്പോ ഒരു പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനെ നമ്മൾ ക്യാഷ് സെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അങ്ങനെ സെയിൽ ചെയ്യാനാണെങ്കിൽ നമ്മൾ വെറുതെ അങ്ങ് കൊടുക്കില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് അവർക്ക് നമ്മുടെ പപ്പീനെ കൊണ്ടുപോയി നന്നായി നോക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കൂടെ കിട്ടിയാൽ മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ കേട്ടോ. പപ്പിയുടെ കാര്യം ചോദിച്ച് മെസ്സേജ് അയക്കുന്ന എല്ലാവരോടും തന്നെ ഞാൻ ഈ കാര്യം പറയാറുണ്ട്. കാരണം അവരുടെ സേഫ്റ്റിയും കൂടി നമുക്ക് നോക്കണമല്ലോ. അവര് ഹാപ്പി ആയിട്ടിരുന്നാലേ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ബ്രൂണോനെ ആണെങ്കിലും ജൂലിനെ ആണെങ്കിലും ഞങ്ങൾ കൂട്ടിലിട്ട് അങ്ങനെ വളർത്തിയിട്ടേ ഇല്ല. ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് തന്നെ കണ്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് അവർ 2 പേരും വളർന്നത്. അപ്പോൾ അതേപോലെയുള്ളൊരു ഫാമിലിനെയാണ് ഞങ്ങൾ നോക്കുന്നത്. ജൂലി ആണെങ്കിൽ കുട്ടികളെ മടി വെച്ചത് കണ്ട് അസൂയ കയറിയിട്ടാണെന്ന് അറിയത്തില്ല, അവൾ കൂടി വന്ന് എന്റെ മടിയിലിരുന്നു. അവൾ എന്റെ മടിയിൽ തന്നെയായിരുന്നു. അപ്പൊ ജൂലിയും കുട്ടികളും എല്ലാം എന്റെ മടിയിലായിരുന്നു. അത് കണ്ടിട്ട് ബ്രൂണോക്ക് ചെറിയ അസൂയൊക്കെ വന്നായിരുന്നു. എന്നാലും സാരില്ല, ജൂലി ഇടക്കിടക്കല്ലേ ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്നിരിക്കാം. ജൂലിയുടെ ഇരിപ്പൊക്കെ കണ്ടാൽ തോന്നും ജൂലിയുടെ ഏറ്റവും കംഫർട്ട് സ്പേസ് എന്ന് പറയുന്നത് എന്റെ മടിയിലാണ്. അതുപോലെ കോൺഫിഡന്റും കംഫർട്ടും ആയിട്ടായിരുന്നു ജൂലി എന്റെ മടിയിലിരുന്നത്. ഇതാ പഞ്ഞിക്കെട്ട് പോലെ ഒരാൾ എന്റെ കയ്യിലിരിക്കുന്നുണ്ടോ, എന്റെ ദൈവമേ എനിക്കിങ്ങനെ കടിച്ചു തിന്നാൻ തോന്നി. അതുപോലെ ക്യൂട്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഇവരെ എല്ലാം കണ്ണു വെച്ച്. അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു കെമിസ്ട്രി കൊണ്ടാണോ എന്നറിയത്തില്ല, ബ്രൂണോ ദേ കിട്ടിയ ഒരു അവസരത്തിൽ കുട്ടികളെയൊക്കെ നന്നായി നക്കി തുടക്കുന്നുണ്ടായിരുന്നേ. അവന് അവന്റെ കുട്ടികളാണെന്ന് മനസ്സിലായിട്ടാണോ അതോ എന്താണെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടില്ല. എന്തായാലും ഞങ്ങളെല്ലാം വണ്ടറടിച്ചു പോയി. കാരണം അതുപോലെ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടാണ് ബ്രൂണോയുടെ കുട്ടികളെയൊക്കെ ബ്രൂണോ ഇങ്ങനെ നക്കി തുടച്ചത്. ജൂലിയാണെങ്കിലും ഒന്നും മിണ്ടാതെ അതൊക്കെ നോക്കി. ബ്രൂണോ നക്കി തുടച്ച ഒരാൾ ഉറങ്ങിപ്പോയേ. കുട്ടികളാണെങ്കിലും കുറച്ചേരം ഉറങ്ങും, കുറച്ചേരം കളിക്കും. ഇതൊക്കെ തന്നെ അവിടെ പരിപാടി. 45 ദിവസം ആകുമ്പോൾ ഇതിലൊരാളെ നമ്മളിങ്ങ് കൊണ്ടുവരുവേ. ഒരു മെയിൽ പപ്പിനെയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പപ്പിക്കുട്ടനെ
പപ്പിക്കുട്ടൻ ഇടാൻ പറ്റിയ നല്ല നെയിംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് സജസ്റ്റ് ചെയ്യണേ. കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. അതിലേതെങ്കിലും അടിപൊളിയായിട്ടുള്ള നെയിം ഉണ്ടെങ്കിൽ നമ്മൾ അത് തന്നെയായിരിക്കും നമ്മുടെ പപ്പിക്കുട്ടൻ ഇടാൻ പോകുന്നത്. നമ്മുടെ ബ്രൂണോയുടെ പേര് ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പേരിടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ, ബ്രീ, ബ്രൂ അങ്ങനെയൊക്കെ തുടങ്ങുന്ന ഏതെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണേ. ഇവരുടെ കൂടെ ഇങ്ങനെ ഇരുന്നാൽ ടൈം പോകുന്നതേ അറിയില്ല കേട്ടോ. ആന്റിക്കൊക്കെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്ന കാരണം ഞങ്ങൾ ഒത്തിരി നേരം ഇരുന്നില്ല അവിടെ. എന്നാലും ഇവരൊക്കെ വിട്ടിട്ട് തിരിച്ചു പോരാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും മടിയായിരുന്നു. എല്ലാവരുമായിട്ട് ജോലിയും കമ്പനിയായി, കുട്ടികളാണെങ്കിലും നമ്മളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയി ആ ചെറിയ ടൈം കൊണ്ട്. പിന്നെ ഇവര് ഫുഡൊന്നും കഴിക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഫുഡൊക്കെ പയ്യെ എടുക്കാൻ തുടങ്ങും. ഒരാൾ ഇവിടെ തന്നെ കിടക്കുന്നുണ്ടോ? ഇവർ ഇടക്കിടക്ക് തന്നെ മാറിയൊക്കെ കിടക്കും കേട്ടോ. ആള് ഇത്തിരി ഇൻഡിപെൻഡന്റ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഞങ്ങൾ കുട്ടികളെയൊക്കെ കൊഞ്ചിച്ച് ഇടക്കിടക്ക് ഇനിയും വരാന്നൊക്കെ പറഞ്ഞ് പോവാനായിട്ട് ഇറങ്ങി. ജൂലി ആണെങ്കിൽ ഞങ്ങളെ യാത്ര അയച്ചിട്ടേ തിരിച്ച് വീട്ടിൽ കയറി പോകാറുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.